അബ്ദുൾ റഹീം നാട്ടിൽ എത്തുകയാണ്. കരിപ്പൂരിൽ അദ്ദേഹം വിമാനമിറങ്ങിയപ്പോൾ എയർപോർട്ടിന് പുറത്തേക്ക് എത്തുകയാണ്. 20 വർഷത്തെ സൗദിയിലെ ജയിൽവാസത്തിന് ശേഷമാണ് ബലിപെരുന്നാൾ ദിനത്തിൽ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഓർമ്മ പുതുക്കുന്ന ഈ പുണ്യ ദിവസത്തിൽ റഹീമിന് ജന്മനാട്ടിലേക്ക് എത്താൻ സാധിച്ചത്. സൗദിയിലെ 2 പതിറ്റാണ്ട് നീണ്ട ജയിൽ ജീവിതത്തിന് ശേഷമാണ് ഈ പെരുന്നാൾ ദിനത്തിൽ നാട് കാണാൻ റഹീം എത്തിയിട്ടുള്ളത്. ഉമ്മയുടെ കണ്ണീർ കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. 20 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം റഹീം നാട്ടിലേക്ക് വരുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. 20 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ഒട്ടേറെ സന്നദ്ധ സംഘടനകളുടെയും മലയാളികളുടെയും ഒന്നാകെ പ്രാർത്ഥനയുടെയും ഇടപെടലിലൂടെയും കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ അബ്ദുൾ റഹീമിന് നാട്ടിലെത്താൻ സാധിച്ചത്. 20 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഈ പെരുന്നാൾ ദിനത്തിൽ ഉമ്മയുടെ അരികിലേക്ക് റഹീം എത്തുകയാണ്. റഹീം അല്പം മുമ്പ് ബോബി ചെമ്മണ്ണൂർ അടക്കമുള്ളവർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. അദ്ദേഹം കണ്ണീർ തുടച്ചുകൊണ്ടാണ് റഹീം നടന്നു വരുന്നത്. ആനന്ദാശ്രു 2 പതിറ്റാണ്ട് നീണ്ടത്തെ കാത്തിരിപ്പിനൊടുവിൽ ജന്മനാട്ടിൽ പിറന്ന മണ്ണിൽ കാലുകുത്താൻ കഴിഞ്ഞതിൻ്റെ സന്തോഷവും സങ്കട നിമിഷങ്ങളും എല്ലാം ഉണ്ട്. അദ്ദേഹം വേണ്ടപ്പെട്ടവരെ ആലിംഗനം ചെയ്ത് അവിടെ കാത്തു നിൽക്കുന്ന ആളുകളെ എല്ലാം. ബെൻസൺ ബാബു ചേരുന്നുണ്ട്. ബെൻസൺ, കണ്ണീർ കാഴ്ചയാണ് എയർപോർട്ടിൽ നിന്ന് കാണുന്നത്. അതെ, 20 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അബ്ദുൾ റഹീം ഇതാ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം നിറ കണ്ണുകളോടെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോഴും ആ ഉമ്മയെ തന്നെയാണ് ഓർക്കാനുള്ളത്. 20 വർഷം ആ ഉമ്മ കാത്തിരുന്നു. അബ്ദുൾ റഹീമിനെ അവസാനം ഒരു നോക്ക് കാണുക എന്നുള്ളത് തന്നെയായിരുന്നു ഉമ്മയ്ക്ക് പങ്കുവെക്കാനുണ്ടായിരുന്നു, എപ്പോഴും പങ്കുവെക്കാനുണ്ടായിരുന്നു. പ്രതികരണത്തിലേക്ക് പോകാം. എല്ലാവർക്കും, പ്രാർത്ഥിച്ചവർക്കും സഹായിച്ചവർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. വലിയ സന്തോഷമാണ്. കാരണം എല്ലാവർക്കും സഹായിച്ചവർക്കും പ്രാർത്ഥിച്ചവർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. വലിയൊരു 20 വർഷമാണ് റഹീം പിന്നിട്ടത്. അൽഹംദുലില്ലാ. എല്ലാവരോടും നന്ദി എന്ന് മാത്രം, എല്ലാവരോടും നന്ദി എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ പറയാനുള്ളത്. പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും എല്ലാവർക്കും നന്ദി എന്ന് അദ്ദേഹം പറയുന്നു. വീട്ടിലെത്തി ഉമ്മയെ കണ്ടതിന് ശേഷം പ്രതികരിക്കാമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്നും വാഹനത്തിൽ കയറി വീട്ടിലെത്തി ഉമ്മയെ കാണുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായി അദ്ദേഹത്തിന് ചെയ്യാനുള്ളത് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 20 വർഷം നീണ്ട കാത്തിരിപ്പിനാണ് ഇപ്പോൾ വിരാമം വന്നിരിക്കുന്നത്. 34 കോടി രൂപ ദിയാദനമായി നൽകിക്കൊണ്ട് അത് കേരളം ഒന്നടങ്കം ചേർന്ന് നിന്ന് ആ പണം സമാഹരിക്കുന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടു. വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമായി വലിയൊരു ഉമ്മ കാത്തിരിക്കുകയാണ് റഹീം. ഇന്നലെ ഉമ്മയോട് സംസാരിച്ചപ്പോ റഹീമിനെ കണ്ടിട്ട് വേണം പെരുന്നാൾ ആഘോഷിക്കാൻ പറഞ്ഞു. എന്താ പറയണ റഹീം? അത് തന്നെയാണ്, വലിയ സന്തോഷം നൽകുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാനുള്ളത്. അദ്ദേഹത്തിന്റെ മോചന സമിതിയുടെ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അടുത്ത ബന്ധുക്കൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ബോബി ചെമ്മണ്ണൂർ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് അവർ സ്വീകരിച്ചിപ്പോൾ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്നും എയർപോർട്ടിൽ നിന്നും വീട്ടിലേക്ക് എത്തും. വീട്ടിലെത്തിയാൽ അവിടെ ഉമ്മ കാത്തിരിക്കുകയാണ്, സഹോദരനുണ്ട്, മറ്റ് നാട്ടുകാരുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഇത്രയും കാലം പ്രവർത്തിച്ച സമിതി പ്രവർത്തകരുണ്ട്. അങ്ങനെയും ഒരു വലിയ ജനതയോട് അദ്ദേഹത്തിന് നന്ദി പറയാനുണ്ട്. ആദ്യമായി അദ്ദേഹം നൽകിയ പ്രതികരണവും അത്തരത്തിൽ തന്നെയാണ്. തന്നോടൊപ്പം നിന്ന എല്ലാവർക്കും നന്ദി എന്ന് അദ്ദേഹം പറയുന്നു. കണ്ടതും കാണാത്തതുമായ നിരവധി ആളുകളുണ്ട്, അവർക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇവിടെ
വീട്ടിലേക്ക് എത്തിച്ചേർന്നത്. നിറ കണ്ണുകളോടെ 20 വർഷത്തിന് ശേഷം അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് എത്തുകയാണ്. 26-ാം വയസ്സിലാണ് 2006 നവംബർ 18-ാം തീയതിയാണ് അദ്ദേഹം ജോലിയുടെ ഭാഗമായി റിയാദിലേക്ക് എത്തുന്നത്. അവിടെ സൗദി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചുരുക്കം 1 മാസക്കാലം മാത്രമാണ് അദ്ദേഹത്തിന് അവിടെ ജോലി ചെയ്യാൻ സാധിച്ചത്. സ്പോൺസർ ആയിട്ടുണ്ടായിരുന്ന ആളുടെ മകന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അറസ്റ്റിലാകുന്നു. അങ്ങനെ 20 വർഷം നീണ്ടുനിന്ന ആ പോരാട്ടത്തിനാണ് ഇപ്പോൾ ഒരു അന്ത്യം കുറിച്ചിരിക്കുന്നത്. ദിയാദനം നൽകി കേരളം ഒന്നടങ്കം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തിരികെ നാട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതിന്റെ സന്തോഷമാണ് ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. വീട്ടിലേക്ക് എത്തുക, ഉമ്മയെ കാണുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ആദ്യം അദ്ദേഹത്തിന്റെ ഇപ്പോൾ ആഗ്രഹമായി മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്നും ഏകദേശം ഒരു 1/4 മണിക്കൂർ യാത്രയാണ് അബ്ദുൾ റഹീമിന്റെ വീട്ടിലേക്കുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ വീട്ടിലേക്ക് എത്തിച്ചേരും. അവിടെ ചെറിയ സ്വീകരണം നാട്ടുകാരുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ ഈ സമിതിയുടെ നേതൃത്വത്തിലും ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം വീട്ടിലേക്ക് എത്തുന്നു, ഉമ്മയെ കാണുന്നു. അത് മാത്രമാണ് അദ്ദേഹത്തിന് ഇന്നിപ്പോൾ ചെയ്യാനുള്ളത് എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. വീട്ടിലെത്തിയതിനു ശേഷം മറ്റു പ്രതികരണങ്ങൾ ഉണ്ടാകും.